ഇന്ന് അയാൾ ആവശ്യപ്പെട്ടത് എന്റെ കുഞ്ഞിന്റെ ശരീരമാണ്. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഉമ്മ? നിങ്ങൾ പറ. ഇനിയും ഞാൻ അയാളുടെ അടുത്ത് പോവണോ? എന്റെ പടച്ചോനെ, എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നത്? ഖദീജ തളർന്ന് പടിയിലിരുന്നു. എന്നെ പരീക്ഷിച്ചു മതിയായില്ലേ റബ്ബ് നിനക്ക്? അവർ ആകാശത്തേക്ക് നോക്കി പരാതി പറഞ്ഞു. ഞാൻ പൊയ്ക്കോളാം ഉമ്മ. ഞാൻ കാരണം ഇനിയും ഉമ്മാക്കൊരു ബുദ്ധിമുട്ടാവണ്ട. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഇവിടേക്ക് മാത്രമേ വഴി അറിയുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോ തോന്നുന്നു അത് വലിയൊരു തെറ്റായി പോയിന്ന്. പോവാനോ? എവിടേക്ക്? അറിയില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്നാ അത് നെസിയുടെ ജീവിതത്തെ ബാധിക്കും. അത് വേണ്ട. ഞാനും എന്റെ മോളും വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നീ ഒന്ന് നിർത്തിക്ക സൗദ. നിങ്ങൾ എവിടെയും പോകുന്നില്ല. നേരത്തെ കാര്യം അറിയാതെയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ തടിക്ക് ആവതുള്ളിടത്തോളം കാലം ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളെ നോക്കും. ഉമ്മ ജീവനോടെ ഇരിക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് എവിടേക്കും പോണില്ല. അങ്ങനെ അന്നു മുതൽ സൗദ അടിയുടെ വേദനകളില്ലാത്ത, ചീത്തവിളികളുടെ ഉയർന്ന ശബ്ദമില്ലാത്ത അവിടെ ജീവിക്കാൻ തുടങ്ങി. നൂറയെ നസിയായിരുന്നു പിന്നീട് നോക്കിയിരുന്നത്. നൂറയ്ക്ക് ഇന്നേവരെ ലഭിക്കാതിരുന്ന സന്തോഷം അന്നു മുതൽ ലഭിച്ചു തുടങ്ങി. ചുറ്റിൽ നിന്നും അവൾക്ക് കിട്ടുന്ന സ്നേഹവും പരിഗണനയും അവൾ വേണ്ടുവോളം ആസ്വദിച്ചു. അങ്ങനെയിരിക്കെയാണ് നസിക്കൊരു കല്യാണാലോചന വരുന്നത്. നസിയെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. വെളുത്ത നിറവും വട്ടമുഖവുമെല്ലാം അവളുടെ ഭംഗി വർദ്ധിപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി അവൾ തന്നെയായിരുന്നു. ഒരു ദിവസം അവളും നൂറയും കൂടെ കടയിൽ പോയി വരുമ്പോൾ ഷഫീഖ് വഴിയിൽ വെച്ച് കണ്ടതാണ് അവളെ. നസിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ അവൻ അവളുടെ കാര്യം അന്ന് തന്നെ വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർ അവന് തകൃതിയായി പെണ്ണ് നോക്കുന്ന സമയവുമായിരുന്നു അപ്പോ. അതുകൊണ്ട് തന്നെ ഷഫീഖ് അങ്ങനെ ഒരു കാര്യമെന്ന് പറഞ്ഞപ്പോ അവർ പെട്ടെന്ന് തന്നെ നസിയെ കുറിച്ച് അന്വേഷിക്കാൻ അവിടെയുള്ള ബ്രോക്കറെ പറഞ്ഞയച്ചു. ചെറുക്കൻ ഇങ്ങനെ വഴിയിൽ വെച്ചൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ മൊയ്തീൻ കാക്ക പറഞ്ഞയച്ചതാ എന്നെ. മൊയ്തീൻ കാക്ക എന്ന് പറയുമ്പോ ചെറുക്കന്റെ ഉപ്പ. അവര് നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ള ആൾക്കാരാ. നിങ്ങളെപ്പോലെയുള്ളവരുമായി ബന്ധം നടക്കുമോ എന്നറിയില്ല. എന്തായാലും ഞാൻ കാര്യങ്ങളൊക്കെ അവിടെ പോയി പറയാം. അവരുടെ ആ കൊച്ചു വീടും പരിസരവും കണ്ടതിലുള്ള നീരസം അയാളുടെ മുഖത്ത് വ്യക്തമായി കാണുന്നുണ്ട്. പടച്ചോനെ, എങ്ങനെയെങ്കിലും ഈ കാര്യം നടന്നാ മതിയായിരുന്നു. ഖദീജ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് ദിവസത്തിനു ശേഷം ബ്രോക്കർ അവരുടെ ഫോണിലേക്ക് വിളിച്ച് നാളെ ചെക്കനും വീട്ടിലുള്ളവരും കൂടെ പെണ്ണു കാണാൻ വരുന്നുണ്ടെന്ന വിവരം അറിയിച്ചു. ഉള്ളത് വെച്ച് ആ ചെറിയ വീടും ഖദീജ വൃത്തിയാക്കി. കഴിയുന്നതുപോലെ പലഹാരങ്ങളും ഉണ്ടാക്കി. വൈകുന്നേരം വരുമെന്നായിരുന്നു ബ്രോക്കർ അവരോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോ ഒരു കാർ മുറ്റത്ത് വന്ന് നിന്നു. ചെക്കനും ഉമ്മയും ഉപ്പയും പിന്നെ ചെക്കന്റെ അനിയനുമാണ് അതിൽ ഉണ്ടായിരുന്നത്. അവിടെ ആണുങ്ങളാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഖദീജ കോലായിലേക്ക് വന്ന് അവരുടെ കയറി ഇരിക്കാൻ പറഞ്ഞു. നസി ചായ കൊണ്ടുവന്ന് കൊടുത്തു. ഉമ്മാന്റെ പുറകിലേക്ക് മാറി നിന്നു. ബ്രോക്കർ വന്ന് ഇവിടുത്തെ വിവരങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചതാ ഞങ്ങള്. പക്ഷേ ഇവൻ ഒരേ നിർബന്ധം, ആ കുട്ടിയെ തന്നെ മതിയെന്ന്. പിന്നെ ഇവന്റെ ഇഷ്ടത്തെക്കാൾ കൂടുതലൊന്നുമില്ല ഞങ്ങൾക്ക്. ചെക്കന്റെ ഉമ്മ അത് പറഞ്ഞതും ഖദീജ ലഭ്യതയോടെ പുഞ്ചിരിച്ചു. ഇതാരാ? അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നൂറയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൊയ്തീൻ ചോദിച്ചു. എന്റെ രണ്ടാമത്തെ മോളുടെ കുട്ടിയാ. ഇവരുടെ ഭർത്താവുമായി തെറ്റുവന്ന് നിൽക്കുന്നതാണല്ലേ? അയാൾ നീരസത്തോടെ ചോദിച്ചു. അത് പിന്നെ താൻ കാരണം തന്റെ അനുജത്തിയുടെ വിവാഹം മുടങ്ങി പോകുമോ എന്നോർത്ത് അടുക്കളയിൽ ഇത് കേട്ടുകൊണ്ട് നിന്ന സൗദയുടെ ഉള്ളിൽ ആദി പടർന്നു. ഞങ്ങളിവിടെ വന്ന് അന്വേഷിച്ചപ്പോ എല്ലാ വിവരങ്ങളും അറിഞ്ഞതാ. അതുകൊണ്ട് തന്നെയാ ഈ ബന്ധം വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചതും. പക്ഷേ ഇവൻ സമ്മതിക്കണ്ടേ? അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ വിവാഹം നടന്നു. നസിയ വീട്ടിൽ നിന്നും ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നതിൽ ഏറ്റവും സങ്കടം നൂറക്കായിരുന്നു. നസിയുടെ വിവാഹശേഷം നൂറക്ക വീട്ടിൽ വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. കാരണം സൗദ് തന്റെ ജീവിതം ഇല്ലാതായ സങ്കടത്തിൽ ചിരിയും കളിയും ഒന്നുമില്ലാതെ തനിച്ചിരിക്കുമ്പോ നൂറ എല്ലാത്തിനും കൂട്ടായിരുന്നത് നസിയായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും സൗദ ഭർത്താവുമായി പിരിഞ്ഞാണ് അവിടെ വന്ന് നിൽക്കുന്നത് എന്ന് നാട്ടുകാരും കുടുംബക്കാരും എല്ലാം അറിഞ്ഞു തുടങ്ങി. പിന്നെ അവിടേക്ക് എന്തിനെങ്കിലും ഒരു ആവശ്യത്തിന് ഏതെങ്കിലും ആണുങ്ങൾ വന്നാൽ അവർ ഒരു അടക്കം പറച്ചിൽ തുടങ്ങി. ആൺതുണയില്ലാതെ ജീവിക്കുന്ന 2 സ്ത്രീകളെ തെറ്റായ കണ്ണിലൂടെ നോക്കി പല അപവാദങ്ങളും പലരും പറഞ്ഞുണ്ടാക്കി. തള്ളയും മോളും കൂടെ ഓരോ ആണുങ്ങളെ കൊണ്ടുവന്ന് പൈസ ഉണ്ടാക്കുകയാണെന്ന് വരെ ആളുകൾ പറഞ്ഞു.
ഒരു ആൺതുണയില്ലാതെ ഒരിക്കലും ഒരു പെണ്ണിന് സമൂഹത്തിൽ ഒരു പ്രായം വരെ ജീവിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചിരുന്നതുകൊണ്ട് സൗദയെ എത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ ഉമ്മ തീരുമാനിച്ചു. കുറച്ചു ദിവസത്തെ ജീവിതാനുഭവം കൊണ്ട് തന്നെ സൗദക്കും അത് മനസ്സിലായതുകൊണ്ട് അവളും അതിന് എതിർപ്പൊന്നും പറഞ്ഞില്ല. അവർ ബ്രോക്കറെ ആ കാര്യം പറഞ്ഞേൽപ്പിച്ചു. അതിനുശേഷം ഓരോ ദിവസവും അയാൾ ഓരോ കാര്യങ്ങളും കൊണ്ടുവരാൻ തുടങ്ങി. പല കാരണങ്ങൾ കൊണ്ടും ഒരുപാട് ആലോചനകൾ മുടങ്ങിപ്പോയി. അവസാനം രണ്ടു കൂട്ടർക്കും പറ്റിയൊരു ബന്ധം റെഡിയായി. പേര് ഷാഫി. അയാളും രണ്ടാം വിവാഹിതനാണ്. പരസ്പരമുള്ള പൊരുത്തക്കേടുകൾ കൊണ്ട് ആദ്യ ഭാര്യയുമായി ഡിവോഴ്സ് ആയതാണ്. 2 ആൺമക്കളുമുണ്ട്. അന്വേഷണമെല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആളും ആഘോഷവും ഒന്നുമില്ലാതെ അവരുടെ വിവാഹം നടന്നു. ഇനിയും താൻ കയറി ചെല്ലുന്ന ജീവിതം നരകമാണോ സ്വർഗമാണോ എന്നറിയാതെ അവൾ മഹർ ചാർത്താനായി അയാൾക്ക് മുന്നിൽ തലകുനിച്ചു നിന്നു. ഇനിയും ദുരിതമാണ് താൻ അനുഭവിക്കാനുള്ളത് എങ്കിൽ തന്റെ ശരീരത്തിൽ ജീവൻ ബാക്കി നിർത്തില്ല എന്ന് സൗദ തീരുമാനിച്ചിരുന്നു. ഷാഫിയുടെ കൈപിടിച്ച് ആ വീടിന്റെ പടിയിറങ്ങാൻ നേരം വാതിലിൽ ചാരി കണ്ണീരോടെ നിൽക്കുന്ന നൂറയെ സൗദ നോക്കി. അവളുടെ സങ്കടം തളം കെട്ടി നിൽക്കുന്ന ആ മുഖം അവളുടെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം സൃഷ്ടിച്ചു. അവൾ ഓടിപ്പോയി നൂറയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ നൽകി. ഉമ്മ പോയി വരാട്ടോ. വേദന നിറഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. നൂറ കണ്ണുനീരോടെ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. സൗദ അന്നു മുതൽ പുതിയ ജീവിതം തുടങ്ങി. അന്നുവരെ അവൾ ജീവിച്ച ജീവിതമല്ലായിരുന്നു അത്. കുടുംബത്തിലെ സന്തോഷങ്ങളും ഭർത്താവിന്റെ സ്നേഹവും അവൾക്ക് ലഭിച്ചു തുടങ്ങി. ഷാഫിയുടെ ഭാര്യ റംലയുടെ സ്വഭാവ ഗുണം കൊണ്ട് അവരുടെ മക്കളായ സിയാനും സെയ്ദും ഷാഫിയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. അവർ ഉമ്മാന്റെ കൂടെ പോകുന്നില്ല എന്ന് തീർത്തു പറഞ്ഞു. സൗദ ആ വീട്ടിലേക്ക് കയറി ചെന്നത് മുതൽ അവർ അവിടെയുണ്ട്. അന്ന് സിയാന് 10 വയസ്സും സെയ്ദിന് 8 വയസ്സുമാണ് പ്രായം. പുതിയ നല്ലൊരു ഉമ്മയെ കിട്ടിയതിലുള്ള സന്തോഷത്തിലായിരുന്നു അവർ. സൗദ അവരെ സ്വന്തം ഉമ്മ നോക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ നോക്കുകയും ചെയ്തു. പക്ഷേ എപ്പോഴും നൂറയെക്കുറിച്ചുള്ള ചിന്ത അവളുടെ മനസ്സിനെ അലട്ടിയിരുന്നു. ഒരിക്കൽ ഷാഫിയോട് നൂറയെ കൂടെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സമ്മതം ചോദിച്ചുവെങ്കിലും അതിന് ഷാഫി സമ്മതിച്ചില്ല. സ്വന്തം മകൾ കൂടെയുണ്ടാവുമ്പോൾ തന്റെ മക്കളോടുള്ള അവളുടെ സ്നേഹവും പരിപാലനവും ഇല്ലാതാവുമോ എന്ന അയാളുടെ പേടിയായിരുന്നു അതിന് കാരണം. നൂറ എന്നും രാത്രി ഉമ്മാനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞിട്ടാണ് ഉറക്കത്തെ പ്രാപിക്കാറുള്ളത്. ഖദീജ തന്റെ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കും. സൗദ മാസത്തിൽ ഒരിക്കലൊക്കെ നൂറയെ കാണാനായി അവിടേക്ക് വന്നിരുന്നു. പതിയെ പതിയെ ആ വരവ് ഇല്ലാതായി. ഷാഫി ഇല്ലാതാക്കിയെന്ന് പറയുന്നതാവും സത്യം. അയാൾക്ക് നൂറയോട് ഒരു തരത്തിലുള്ള വെറുപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ തന്റെ മക്കൾക്ക് കിട്ടുന്ന സൗദയിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം കുറഞ്ഞു പോകരുതെന്ന ചിന്തയുണ്ടായിരുന്നു. നൂറയുടെ ലോകം പൂർണ്ണമായും അവളും അവളുടെ വലിയമ്മയും മാത്രമുള്ളതായി മാറി. ഖദീജ അടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിൽ അവളെ ചേർത്തു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർ ജീവിച്ചു പോകുമ്പോഴാണ് ആ വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. തുടരും.